السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് ഷുഅറയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരുപാട് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അതിൽ 3 പ്രാർത്ഥനകളാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തുടർച്ചയായി പറയുന്ന ചില ആവശ്യങ്ങളാണ് പടച്ചവനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ. ആദ്യം പടച്ചവനെ പരിചയപ്പെടുത്തിയതിനു ശേഷമാണ്, റബ്ബാരാണ് എന്നത് വിശദീകരിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഈ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിക്കുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. റബ്ബി എന്നാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. എൻ്റെ റബ്ബേ. ഹബ് നേരത്തെ പലതവണ വന്നൊരു പദമാണ്, നീ നൽകണമേ എന്ന. ലീ എനിക്ക്. എന്താണ് എനിക്ക് നീ നൽകേണ്ടത്? ഹുക്മൻ ഹുക്മ് നൽകണമേ എന്ന. അറിവ് അല്ലെങ്കിൽ വിവേകം എന്നൊക്കെ പറയാം. എന്നാൽ ഹുക്മെന്ന് പറയുന്നത് കേവലം ഇൽമല്ല. ഇൽമിനേക്കാൾ കുറച്ചുകൂടെ മേലെയുള്ള ഒന്നാണ് ഹുക്മെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നേടിയ അറിവ് എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു ധാരണയാണ് ഹുക്മ് എന്ന് പറയുന്നത്. ഒരുപാട് ഇൽമുണ്ടാവുക എന്നതിനേക്കാൾ അപ്പുറം ഇൽമ് ഉപകാരപ്രദമാവുക എന്നതാണ് പ്രധാനം. അതും എവിടെ, എങ്ങനെ, എന്തുപയോഗിക്കണമെന്ന്, എന്ത് പറയണമെന്നത്, എങ്ങനെ വിധി പറയണമെന്നത്, ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഹുക്മെന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നതും അതാണ്. റബ്ബി ഹബ്ലി ഹുക്മൻ. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ ഒരാവശ്യം കൂടെ പറയുന്നുണ്ട്. അൽഹഖ്. അൽഹഖ എന്ന് പറഞ്ഞാൽ ചേർത്തു. അൽഹഖ ചേർത്തു. അൽഹഖ് നീ ചേർക്കണമേ, നീ എന്നെ, ബിസ്സാലിഹീൻ സൽക്കർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ, സ്വാലിഹകളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണമേ എന്നതാണ് അതിനോട് ചേർത്ത് പറയുന്ന ആവശ്യം. ഇനി അടുത്ത ആയത്തിൽ തുടർന്ന് ആവശ്യപ്പെടുന്നൊരു കാര്യം, വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇജ്അൽ എന്ന് പറയാൻ നീ ആക്ക് എന്ന, അല്ലെങ്കിൽ നീ ആക്കണമേ എന്ന അപേക്ഷയാണ്. ഇജ്അൽ എന്നതിൻ്റെ തുടക്കത്തിലുള്ള ഈ വാവിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കേണ്ടതില്ല. നമ്മളത് പറഞ്ഞിരുന്നു, വസ്ലിന്റെ ഹംസയാണെന്ന്. വ ഇജ്അൽ എന്ന് പറയേണ്ട, വജ്അൽ എന്ന് പറഞ്ഞാൽ മതി. വജ്അൽ ലീ എനിക്ക്, എനിക്ക് നീ ആക്കിത്തരണമേ. എന്താ ആക്കിത്തരേണ്ടത്? ലിസാന സിദ്ഖിൻ. സിദ്ഖിന്റെ ലിസാൻ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം എന്നൊക്കെയാണ്. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് എന്നും അല്ലെങ്കിൽ ഭാഷ എന്നും. ഇവിടെ ഉദ്ദേശം നല്ല സംസാരം എന്നാണ്, നല്ല വർത്തമാനം അല്ലെങ്കിൽ സൽകീർത്തി എന്നൊക്കെയാണ്. എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കി തരണമേ എന്ന. ആരിൽ? ഫിൽ ആഖിരീൻ ശേഷക്കാരിൽ, പിൻഗാമികളിൽ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഇപ്പം എൻ്റെ മുഖത്ത് നോക്കി ആളുകൾ എന്നെ പുകഴ്ത്തുന്നതല്ല സത്യത്തിൽ എന്നെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം. എൻ്റെ അസാന്നിധ്യത്തിൽ അവരെന്ത് എന്നെക്കുറിച്ച് പറയുന്നു എന്നതാണ് എന്നെക്കുറിച്ച് അവർ നടത്തിയിട്ടുള്ള യഥാർത്ഥ വിലയിരുത്തൽ എന്ന് പറയുന്നത്. മരണപ്പെട്ടു പോയ ഒരാളുടെ മയ്യത്തിനെ കുറിച്ച് ആളുകൾ നല്ലത് പറഞ്ഞപ്പം വജബത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആളുകൾ നല്ലത് പറഞ്ഞപ്പം അയാൾക്ക് സ്വർഗം അനിവാര്യമായി എന്നാണ് അള്ളാഹു പറയുന്നത്. ആളുകൾ അങ്ങനെ നല്ലത് പറയാൻ കാരണം അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല മനുഷ്യനായിരുന്നു എന്നതുകൊണ്ടാണ്, അയാൾ നല്ലത് പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ്. പക്ഷെ ആ നന്മ പറയുന്നത് അയാളുടെ മുഖത്ത് നോക്കി മുഖപ്രശംസ പറയല്ല. പിന്നെ നേരെ മറിച്ച് അസാന്നിധ്യത്തിൽ, അയാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ നന്മ പറയുകയാണ്. നമുക്ക് ശേഷം നമ്മളൊരിടത്ത് നിന്ന്
ഇറങ്ങിപ്പോന്നാലും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയാലും നമുക്ക് ശേഷമുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് മോശം പറയാതിരിക്കുക അല്ലെങ്കിൽ നല്ലത് പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പടച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നതും അതാണ്. വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ആഖിറുകളിൽ, ആഖിർ എന്ന് പറഞ്ഞാൽ ശേഷക്കാർ എന്നാണ്, എനിക്ക് ശേഷം വരുന്നവർ അല്ലെങ്കിൽ പിൻഗാമികൾ, പിൻഗാമികളിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണമേ. അപ്പൊ ആദ്യത്തെ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, റബ്ബി ഹബിലി ഹക്കുമൻ, എനിക്ക് ഹക്കുമ നൽകണമേ, വിവേകം നൽകണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹകളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണമേ. അടുത്ത ആയത്തിൽ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, എനിക്ക് ശേഷം വരുന്ന ആളുകളിൽ, എൻ്റെ പിൻഗാമികളിൽ എനിക്ക് സൽകീർത്തി ഉണ്ടാക്കണമേ. തുടർന്ന് വരുന്ന ആയത്തിൽ മൂന്നാമതൊരാവശ്യം കൂടെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, വജഅൽ, നേരത്തെ വന്നതാണ് വജഅൽ എന്നുള്ളത്, നീ ആക്കണമേ, നീ എന്നെ, എന്നെ എന്താക്കേണ്ടത്, മിൻ വറസത്ത്, വറസത്തിൽപ്പെട്ടവനാക്കണമെന്ന. വറസത്ത് എന്ന് പറഞ്ഞാൽ അനന്തരമെടുക്കുന്നവൻ, അനന്തരമെടുക്കുന്നവൻ. എന്തിനാ അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിലാക്കണമേ? ജന്നത്തിൻ നഈം, അന്നഈമിന്റെ ജന്നത്തിന്. അന്നഈം എന്ന് പറഞ്ഞ സുഖങ്ങളാണ്, സുഖാനുഭൂതികൾ, സുഖാനുഭൂതികളുടെ ജന്നത്ത്, സ്വർഗം. സ്വർഗം അതാണ്. സ്വർഗം അധ്വാനിക്കാൻ വേണ്ടിയുള്ള ഇടമല്ല. നമ്മൾക്ക് അവിടെ ജീവിക്കാൻ വേണ്ടത് നമ്മൾ അധ്വാനിച്ച് കണ്ടെത്തേണ്ടതുമല്ല. അവിടെ സുഖമനുഭവിക്കുക എന്നതാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം തന്നെ. വിശ്രമിക്കുക, സുഖമനുഭവിക്കുക, അങ്ങനെയൊരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സുഖാനുഭൂതികളുടെ സ്വർഗത്തെ അനന്തരമെടുക്കുന്ന, ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അതിനെ അനന്തരമെടുക്കുകയാണ് ചെയ്യുക. ഉലൈക ഹുമുൽ വാരിസൂൻ എന്നൊക്കെ സൂറത്തു അൽ മുഅ്മിനൂനൊക്കെ വന്നിട്ടുണ്ട്. ആരാണ് സ്വർഗത്തെ അനന്തരമെടുക്കുക എന്ന് അവർക്കുള്ള ചില വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്വർഗത്തെ അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് നമ്മളാണ്. സൂറത്തു അശ്ശുആറയിന്റെ 83, 84, 85 ആയത്തുകളിലാണ് ഈ പ്രാർത്ഥന വന്നിട്ടുള്ളത്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് വിവേകമുള്ള സ്വാലിഹുകളുടെ കൂട്ടത്തിൽപ്പെട്ട, നമുക്ക് ശേഷം വരുന്ന ആളുകളിൽ സൽകീർത്തി ഉണ്ടാകുന്ന, സ്വർഗത്തെ അനന്തരമെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.